നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നിധി. പിടിക്ക എന്റെ ഒരു സ്വീറ്റ് പ്രസന്റേഷൻ. ഇത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഇതൊക്കെ എപ്പോ പോയി ഒപ്പിച്ചു ഈ മാജിക് കപ്പ്? നിന്റെ പിറന്നാള് ഏതൊക്കെ രീതിയിൽ ആഘോഷിക്കാന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കാറ് ഗിഫ്റ്റായിട്ട് തന്ന പിറന്നാൾ ആഘോഷം അങ്ങനെ മുടങ്ങിപ്പോയി. ഇത് നമ്മുടെ ഒരു ചെറിയ ആഘോഷമല്ലേ, അതിന് എന്റെ ഒരു ചെറിയ ഗിഫ്റ്റ്. ചെറുതോ? എനിക്കിതൊന്നും ഒട്ടും ചെറുതല്ല ഗൗതം. ആ കാറിനേക്കാൾ മൂല്യമുണ്ട് എനിക്ക് ചെറിയ കപ്പിന്. ഒട്ടും വിലയില്ലാത്തൊരു പാഴ്വസ്തു ഗൗതമിന്റെ സ്വന്തം കൈകൊണ്ട് എടുത്ത് എനിക്ക് തന്നാലും അതിനെ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കരുതും. എങ്കില് ഇനിയും നിനക്ക് വേണ്ടി 3 ഗിഫ്റ്റുകൾ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും 3 ഗിഫ്റ്റ് എവിടെ കാണട്ടെ? അത് ഞാൻ എന്റെ കൈകൊണ്ട് തരില്ല. ഈ മുറിയിൽ 3 സ്ഥലത്തായിട്ട് ഞാനത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നീ തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ എവിടെ വെച്ചേക്കുന്നു? അത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കണം, അതാണ് നിന്റെ ജോലി. ചെല്ല്. ഓക്കെ, അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വേഗം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തത്. അത് ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ. നോക്കട്ടെ. കിട്ടിയില്ലേ? അതെ, രണ്ടാമത്തതും കിട്ടി. കൊലുസ് സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഡിസൈനിലുള്ള കൊലുസ് വാങ്ങണമെന്നേ കുറെ നാളായിട്ടുള്ള എന്റെ ആഗ്രഹം. ശരി, സമ്മതിച്ചു. ഇനി മൂന്നാമത്തത്. വേഗാവട്ടെ. ഈ 2 എണ്ണവും ഞാൻ ഇത്ര വേഗം കണ്ടുപിടിച്ചില്ലേ? ഉറപ്പായി ഞാൻ മൂന്നാമത്തേതും കണ്ടുപിടിക്കും. ഇത് എവിടെയാ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന? കാണുന്നില്ലല്ലോ. ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നല്ലേ വീരവധം മുഴക്കിയത്. കണ്ടുപിടിക്കും. എനിക്കിനി വയ്യ. എവിടെ വെച്ചേക്കുന്നെന്ന് പറ. തോൽവി സമ്മതിച്ചോ? സമ്മതിച്ചു, തോറ്റു. എങ്കിൽ ഞാൻ പറയാം. അത് വേണ്ട, എവിടെ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാ മതി, ഞാൻ പോയി എടുത്തോളാം. അതങ്ങനൊന്നും എടുക്കാൻ പറ്റില്ല. പറ, എവിടെ വെച്ചിരിക്കുന്നേ? ഇതാണ് മൂന്നാമത്തെ ഗിഫ്റ്റ്. എനിക്കിതേ മൂന്നാമത്തെ ഗിഫ്റ്റ് അല്ല ഗൗതം. എനിക്കിത് എന്നും ഒന്നാമത്തെ ഗിഫ്റ്റാ. സ്നേഹത്തോടെ ഗൗതം ഇങ്ങനെ പിടിച്ചു നിർത്തി തരുന്ന ഒരു ഉമ്മയേക്കാൾ വിലമതിപ്പ് എനിക്ക് ഒന്നിനുമില്ല.